കഴിഞ്ഞ വീഡിയോയിൽ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് എന്ന നിലയിലുള്ള നിങ്ങളുടെ യാത്രയിലെ ആദ്യ ചുവടുവെപ്പായ സെല്ലർ ഓൺബോർഡിംഗ് പ്ലാനിംഗ് ഈ പ്രക്രിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിവിധ ഘട്ടങ്ങൾ, ഓരോ ഘട്ടത്തിന്റെയും പ്രാധാന്യം എന്നിവയെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ഈ വീഡിയോയിൽ സെല്ലർ ഓൺബോർഡിംഗിന്റെ മറ്റൊരു വശം ഞങ്ങൾ അവതരിപ്പിക്കും. ONDCയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിന് അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ്. ONDC നെറ്റ്വർക്കിൽ ചേരാൻ നിങ്ങൾ സാധ്യതയുള്ള സെല്ലർമാരെ ബോധ്യപ്പെടുത്തേണ്ട ഭാഗം. ഇതിനെ എങ്ങനെ മികച്ച രീതിയിൽ സമീപിക്കാമെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ബിസിനസ്സുകൾ ഉൾപ്പെടെ ഇന്ന് നമ്മൾ ജീവിക്കുന്നതും യാത്ര ചെയ്യുന്നതും പഠിക്കുന്നതും ഇടപാടുകൾ നടത്തുന്നതുമായ രീതികൾ ഇന്റർനെറ്റ് പൂർണ്ണമായും മാറ്റിമറിച്ചിരിക്കുന്നു. ബിസിനസിന്റെ ഭാവി ഓൺലൈനിലാണെന്ന് പകൽ പോലെ വ്യക്തമാണ്. ഇപ്പോഴും പഴയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആയിരക്കണക്കിന് വിൽപ്പനക്കാർക്ക് അവരുടെ ബിസിനസിനെ പുതിയ ഉയരങ്ങളിലേക്ക് ഉയർത്താൻ സെല്ലർ നെറ്റ്വർക്ക് പങ്കാളിയാകാം. ഒരു സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് ഈ വിൽപ്പനക്കാരെ ഓൺലൈൻ ബിസിനസ് ചെയ്യാൻ എങ്ങനെ പ്രേരിപ്പിക്കും? എന്തുകൊണ്ട് ONDC നെറ്റ്വർക്കിലൂടെ? വിൽപ്പനക്കാരെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഒരു നല്ല തന്ത്രം ഇതായിരിക്കും: ഡിജിറ്റൽ കൊമേഴ്സ് നൽകുന്ന ബിസിനസ് അവസരങ്ങൾ അവരെ കാണിക്കുക. ONDC നെറ്റ്വർക്ക് സെല്ലർമാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ കാണിക്കുക. ചുരുക്കത്തിൽ, ബിസിനസ് വളർച്ചയ്ക്കുള്ള വിശാലമായ സാധ്യതകൾ. സ്മാർട്ട് വിൽപ്പനക്കാർ ഇതിനകം തന്നെ കൊമേഴ്സിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം അവിടെയാണ് കസ്റ്റമേഴ്സ്. ഉപയോഗിക്കപ്പെടാത്ത ഒരു അവസരം ഇതാ നിങ്ങൾക്കായി. സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് ഈ ട്രെൻഡ് സ്ഥിരീകരിക്കുന്ന ചില കണക്കുകളിതാ. 2022 റീറ്റെയിൽ രംഗത്ത് അതിവേഗം വളരുന്ന മേഖലകളിലൊന്നാണ് ഇന്ത്യയുടെ കൊമേഴ്സ് മേഖല. പ്രതിവർഷം 21.5% വളർച്ച, കൂടാതെ 7480 കോടി രൂപയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2021 ഉത്സവ സീസണിൽ ഇന്ത്യൻ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ 920 കോടി രൂപയുടെ ഗ്രോസ് മർച്ചൻഡൈസ് വാല്യൂ GMV ഉള്ള വിൽപ്പന സൃഷ്ടിച്ചു. 2020 23% വർധനവ്, അതായത് 740 കോടി. ഇന്ത്യയുടെ കൺസ്യൂമർ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ 2020 53,750 കോടി രൂപയിൽ നിന്ന് 2030 1 ലക്ഷം കോടി രൂപയുടെ വിപണിയായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൊമേഴ്സ്, എഡ്ടെക് തുടങ്ങിയ ഓൺലൈൻ സേവനങ്ങളുടെ ശക്തമായ സ്വീകാര്യതയാൽ നയിക്കപ്പെട്ടുകൊണ്ട് അത്തരം ശക്തമായ സൂചകങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഒരു ഡിജിറ്റൽ സാന്നിധ്യം വിൽപ്പനക്കാർക്ക് പുതിയതും ഫലപ്രദവുമായ വരുമാനമാർഗം നൽകുമെന്നാണ്. അത് പ്രകടമാണ്. ഡിജിറ്റൽ കൊമേഴ്സ് അല്ലെങ്കിൽ കൊമേഴ്സ് ബിസിനസ്സിന് നല്ലതാണ്. കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചേരാം, കൂടുതൽ വരുമാനം. പിന്നെന്തിനാണ് ട്രെൻഡുകൾ മാത്രം നോക്കുന്നത്? വിൽപ്പനക്കാർക്ക് ഡിജിറ്റൽ സാന്നിധ്യം ഉണ്ടാവുന്നത് പരിഗണിക്കുന്നതിന് നിരവധി പ്രയോജനങ്ങളുണ്ട്. ചിലതിതാ: വർദ്ധിച്ച ജിയോഗ്രഫിക്കൽ റീച്ച്. ഒരു ഹൈപ്പർ ലോക്കൽ ബിസിനസ്സിന് ഓൺലൈൻ സാന്നിധ്യമുണ്ടെങ്കിൽ ബയർ മാർക്കറ്റ് കൂടുതൽ വിപുലമായിരിക്കും. കൂടുതൽ ഡെലിവറി കമ്പനികൾ നെറ്റ്വർക്കിൽ ചേരുന്നതോടെ ഡെലിവറി പിൻകോഡ് ലിസ്റ്റിംഗുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലുടനീളം തങ്ങളുടെ സേവനക്ഷമത വിപുലീകരിക്കുന്നതിന് വിൽപ്പനക്കാർക്ക് ഇവ പ്രയോജനപ്പെടുത്താനാകും. ബിസിനസ്സിനായി അനന്തമായ അവസരങ്ങൾ തുറക്കുന്നു. മഹാമാരിക്ക് ശേഷം ഓൺലൈൻ വാങ്ങലുകളിൽ വർധനവുണ്ടായിട്ടുണ്ട്. മഹാമാരി സമയത്ത് ഓൺലൈൻ ഷോപ്പിംഗിലെ കുതിച്ചുചാട്ടം തുടരുക മാത്രമല്ല, അത് കൊമേഴ്സിന്റെ ഒരു മുഖ്യ ഘടകമായി സാന്നിധ്യം ഉറപ്പിച്ചു. തൽഫലമായി വിൽപ്പനക്കാർക്ക് ഒരു ഓൺലൈൻ സാന്നിധ്യം സ്ഥാപിക്കേണ്ടത് നിർണായകമാണ്. ഓൺലൈനിൽ ഷോപ്പിംഗ് നടത്തുന്ന വർദ്ധിച്ചുവരുന്ന ഉപഭോക്താക്കൾക്ക് അവരുടെ സ്റ്റോറുകൾ എളുപ്പത്തിൽ കണ്ടെത്താനും ആക്സസ് ചെയ്യാനും കഴിയുമെന്ന് ഇത് ഉറപ്പാക്കുന്നു. ഡിജിറ്റൽ സ്റ്റോർ സാന്നിധ്യം. ഒരു ഓൺലൈൻ സ്റ്റോർ പരിപാലിക്കുന്നത് ഫിസിക്കൽ റീറ്റെയിൽ സ്റ്റോറിനേക്കാൾ എളുപ്പവും ചെലവ് കുറഞ്ഞതുമാണ്. ഇത് മനുഷ്യശേഷി, സ്ഥലം, വാടക, ഇൻവെന്ററി മാനേജ്മെന്റ് എന്നിവയിലും മറ്റും ചെലവ് കുറയ്ക്കുന്നു. വിൽപ്പനക്കാരെ സഹായിക്കാൻ വേണ്ടി അവരുടെ മുഴുവൻ കാറ്റലോഗും നിലവിലുള്ളതും പുതിയതുമായ ഉപഭോക്താക്കൾക്ക് എല്ലായ്പ്പോഴും പ്രദർശിപ്പിക്കുക, പകലും രാത്രിയും. വർദ്ധിച്ച പർച്ചേസ് ഫ്രീക്വൻസി. വീട്ടിലിരുന്ന് ഓർഡർ ചെയ്യാനുള്ള സൗകര്യം കാരണം ഉപഭോക്താക്കൾ ഇപ്പോൾ കൂടുതൽ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നു. പുതിയ ഉപഭോക്താക്കളെ ഓൺലൈനിൽ നേടുന്നതിനും നിലവിലുള്ള ഉപഭോക്താക്കളെ കൂടുതൽ വാങ്ങാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിൽപ്പനക്കാർക്ക് അവരുടെ ഡിജിറ്റൽ സാന്നിധ്യം പ്രയോജനപ്പെടുത്താനാകും. കാലക്രമേണ വിൽപ്പനക്കാർക്ക് അവരുടെ നിലവിലെ ഉപഭോക്താക്കളുമായി ഓഫ്ലൈനിൽ ഉള്ളതുപോലെ ആശ്രയിക്കാവുന്ന ഒരു വിശ്വാസ്യത സ്ഥാപിക്കാനും വിശ്വസ്തമായ ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റി സൃഷ്ടിക്കാനും കഴിയും. അപ്പോൾ ഓൺലൈനായി വിൽക്കുന്നതിന്റെ നേട്ടങ്ങൾ നിങ്ങൾ വിൽപ്പനക്കാർക്ക് വിശദീകരിച്ചുവെന്ന് വെക്കുക. അപ്പോൾ അടുത്ത ലോജിക്കൽ ചോദ്യം വരുന്നു: എന്തുകൊണ്ട് ONDC നെറ്റ്വർക്ക് വഴി വിൽക്കണം? മറ്റ് ചാനലുകളോ പ്ലാറ്റ്ഫോമുകളോ ഇതിനകം തന്നെ ഓൺലൈൻ വിൽപ്പനയ്ക്കായി ഒരു പ്ലാറ്റ്ഫോം നൽകിയിട്ടുള്ളപ്പോൾ
അതിനുള്ള ഉത്തരം നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയാണ്: ഒറ്റയടിക്ക് ഒന്നിലധികം ബയർ ആപ്ലിക്കേഷനുകളിലേക്കുള്ള എക്സ്പോഷർ. ONDC നെറ്റ്വർക്കിലൂടെ ഓൺബോർഡ് ചെയ്ത ഒരു സെല്ലർ ONDC നെറ്റ്വർക്കിൽ സജീവമായ എല്ലാ ബയർ ആപ്ലിക്കേഷനുകളിലും ദൃശ്യമാണ്. സെല്ലർക്ക് ഒന്നിലധികം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഓൺബോർഡ് ചെയ്യുകയും പ്രവർത്തനങ്ങൾ പഠിക്കുകയും ബന്ധങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ ഓൺബോർഡിങ്ങിലൂടെ രാജ്യത്തുടനീളമുള്ള എല്ലാ ബയർ ആപ്ലിക്കേഷനുകളിലൂടെയും സെല്ലറെ ആക്സസ് ചെയ്യാൻ കഴിയും. റേറ്റിംഗിന്റെ ഉടമസ്ഥത. ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമുകളിലുടനീളം വാങ്ങുന്നവർ അവർ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്കും വിൽപ്പനക്കാർക്കും റേറ്റിംഗുകൾ നൽകുന്നു. ഏത് വിൽപ്പനക്കാരനിൽ നിന്നാണ് വാങ്ങേണ്ടതെന്ന് തീരുമാനിക്കാൻ വാങ്ങുന്നവരെ സഹായിക്കുന്നതിൽ ഈ റേറ്റിംഗുകൾ നിർണായക പങ്കുവഹിക്കുന്നു. ഒരു വിൽപ്പനക്കാരൻ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറി വിൽക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ നിലവിലെ റേറ്റിംഗുകൾ അവരുടെ പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റാൻ കഴിയില്ല. അവരുടെ റേറ്റിംഗുകൾ 0-ൽ നിന്ന് വീണ്ടും കെട്ടിപ്പടുക്കാൻ അവർ നിർബന്ധിതരാകുന്നു. ONDC നെറ്റ്വർക്കിൽ അങ്ങനെയല്ല. റേറ്റിംഗ് ഉടമസ്ഥാവകാശം വിൽപ്പനക്കാരുടേതാണ്. ഒരു വിൽപ്പനക്കാരൻ മറ്റൊരു സെല്ലർ നെറ്റ്വർക്ക് പങ്കാളിയിലേക്ക് മാറാൻ തീരുമാനിച്ചാൽ വിൽപ്പനക്കാരന് അവർ നേടിയിട്ടുള്ള നിലവിലെ റേറ്റിംഗുകൾ ഉപയോഗിക്കുന്നത് തുടരാം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ONDC വെബ്സൈറ്റിലെ ONDCയുടെ ചട്ടങ്ങളും നയങ്ങളും എന്ന വിഭാഗം സന്ദർശിക്കുക. കൂടാതെ അധ്യായം 2-ൽ വിശദീകരിച്ചിരിക്കുന്ന ONDCയുടെ ബിസിനസ് റൂൾസ് വായിക്കുക. കൂടുതൽ അറിയാൻ ഈ QR കോഡ് സ്കാൻ ചെയ്യുക. ആകർഷകമായ ഒരു അവസരം. ഇപ്പോൾ ആർക്കാണത് വേണ്ടാത്തത്? ONDC നെറ്റ്വർക്കിൽ അന്തിമ ഉപഭോക്താക്കൾക്ക് വിൽക്കാൻ എല്ലാ വിൽപ്പനക്കാർക്കും തുല്യ അവസരം ലഭിക്കും. വിൽപ്പനക്കാരെ ഫിൽട്ടർ ചെയ്യുന്നതിനോ തരംതിരിക്കുന്നതിനോ ഉപയോഗിക്കുന്ന രീതി അല്ലെങ്കിൽ മാനദണ്ഡം ബയർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പൻസ് വെളിപ്പെടുത്തണം. ഓരോ വിൽപ്പനക്കാരനും തുല്യമായ വിസിബിലിറ്റിയും അവസരവും ലഭിക്കുന്നതിന് ഇത് നിർബന്ധമാണ്. അവരുടെ സ്വന്തം നിബന്ധനകൾ വിൽപ്പനക്കാർ തന്നെ മുന്നോട്ട് വയ്ക്കുന്നു. ONDC നെറ്റ്വർക്കിൽ വിൽപ്പനക്കാർക്ക് എല്ലാ ബയർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പൻസിലും ഫീച്ചർ ചെയ്യാനുള്ള സൗകര്യമുണ്ടെന്ന് മാത്രമല്ല, ഒരു സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് അവരുടേതായ വാണിജ്യ നിബന്ധനകളും തീരുമാനിക്കാം. ഓർഡർ സ്വീകരിക്കൽ, പണം സ്വീകരിക്കൽ, ഡെലിവറി റദ്ദാക്കൽ എന്നിവ സംബന്ധിച്ച നിബന്ധനകൾ. ഈ നിബന്ധനകൾ അനുയോജ്യമല്ലെങ്കിൽ സെല്ലർ പ്ലാറ്റ്ഫോമുകളിൽ അവരുടെ പ്രശസ്തിയും റേറ്റിംഗും നിലനിർത്തിക്കൊണ്ട് വിൽപ്പനക്കാർക്ക് മറ്റൊരു സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റിലേക്ക് മാറുന്നതിന് പരിമിതികളില്ല. ചെലവ് കുറഞ്ഞ കൊമേഴ്സ് വാല്യൂ ചെയിൻ. ഡിജിറ്റൽ കൊമേഴ്സിന്റെ വിവിധ വശങ്ങൾ ബണ്ടിൽ ചെയ്യാത്തതിനാൽ കൊമേഴ്സ് വാല്യൂ ചെയിൻ പൂർത്തിയാക്കാൻ വേണ്ടി മറ്റു സേവനങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ആകുലപ്പെടാതെ വിൽപ്പനക്കാർക്ക് അവരുടെ പ്രധാന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. ഉദാഹരണത്തിന് മാർക്കറ്റിംഗ്, ലോജിസ്റ്റിക്സ്, ഓൺലൈൻ പരാതി പരിഹാരങ്ങൾ തുടങ്ങിയവ. നിരവധി സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പൻസ് വിപുലമായ മത്സരാധിഷ്ഠിത സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനാൽ ഈ ഊർജ്ജസ്വലമായ നെറ്റ്വർക്കിന് വിൽപ്പനക്കാരുടെ ലാഭനഷ്ടം ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. നിങ്ങളുടെ ഉപഭോക്താക്കളെ അറിയുക. ബയർ അല്ലെങ്കിൽ സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് ആയാലും ഡെലിവറി നടക്കുന്നത് നെറ്റ്വർക്കിലോ പുറത്തോ ആയാലും വിൽപ്പനക്കാർ കസ്റ്റമറുടെ പേര്, ഫോൺ നമ്പർ, വിലാസം, മെയിൽ ID, ആഘോഷാവസര തീയതികൾ മുതലായ ഡാറ്റ അറിയുന്നു. കസ്റ്റമറുമായി വിശ്വാസവും ദീർഘകാല ബന്ധവും കെട്ടിപ്പടുക്കുന്നതിന് ഈ വിവരങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ONDC വെബ്സൈറ്റിലെ ONDCയുടെ ചട്ടങ്ങളും നയങ്ങളും എന്ന വിഭാഗം സന്ദർശിക്കുക. കൂടാതെ അധ്യായം 4, അധ്യായം 7 എന്നിവയിൽ വിശദീകരിച്ചിരിക്കുന്ന ONDCയുടെ പെരുമാറ്റച്ചട്ടം, എത്തിക്സ് എന്നിവ വായിക്കുക. കൂടുതൽ അറിയാൻ ഈ QR കോഡ് സ്കാൻ ചെയ്യുക. ചുരുക്കി പറയുമ്പോൾ ഈ വീഡിയോയിൽ ഒരു സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് ആയ നിങ്ങൾക്ക് ഓൺലൈനിൽ ബിസിനസ് ചെയ്യാൻ മാത്രമല്ല ONDC നെറ്റ്വർക്ക് അത് ചെയ്യാൻ വിൽപ്പനക്കാരെ ബോധ്യപ്പെടുത്തുമ്പോൾ സ്വീകരിക്കാവുന്ന സമീപനം ഞങ്ങൾ വിശദമായി വിവരിച്ചിട്ടുണ്ട്. ഓൺലൈൻ ഷോപ്പിംഗിന്റെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതി കാണിക്കുന്ന ട്രെൻഡുകൾ എടുത്തു കാണിച്ചുകൊണ്ട് ഓൺലൈൻ ബിസിനസിന്റെ നിലവിലെയും ഭാവിയിലെയും സാധ്യതകളെക്കുറിച്ച് വിൽപ്പനക്കാരെ അറിയിച്ചുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. തുടർന്ന് ONDC നെറ്റ്വർക്ക് അവർക്ക് എങ്ങനെ പ്രയോജനം ചെയ്യുന്നു എന്ന് നമ്മൾ വിശദീകരിക്കുന്നു. ഒരു ലളിതമായ രജിസ്ട്രേഷനിലൂടെ ഒന്നിലധികം ബയർ ആപ്പുകളിലേക്ക് എത്താൻ ഇത് സെല്ലർമാരെ അനുവദിക്കുന്നു. അവരുടെ റേറ്റിംഗുകളിൽ അവർക്ക് പൂർണ്ണ നിയന്ത്രണം നൽകുന്നു. എല്ലാ സെല്ലർമാർക്കും തുല്യമായ വിസിബിലിറ്റിയും അവസരങ്ങളും ഉറപ്പാക്കുന്നു. അവരുടെ സ്വന്തം നിബന്ധനകൾ പ്രകാരം ബിസിനസ് ചെയ്യാൻ അവരെ അനുവദിക്കുന്നു. കൊമേഴ്സിൽ പങ്കെടുക്കുന്നതിനുള്ള ചെലവ് കുറഞ്ഞ മാർഗം ഓഫർ ചെയ്യുന്നു. കൂടാതെ അവരുടെ വിപണിയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുന്നതിന് കസ്റ്റമർ ഡാറ്റയിലേക്ക് പ്രാപ്യത നൽകുന്നു. തീർച്ചയായും ഓൺബോർഡിംഗ് പ്രക്രിയയുടെ സമയത്ത് വിവിധ ആശങ്കകളുള്ള വിൽപ്പനക്കാർ ഇപ്പോഴും ഉണ്ടായേക്കാം. ഒരു സെല്ലർ നെറ്റ്വർക്ക് പാർട്ടിസിപ്പന്റ് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യും? ഓൺബോർഡിംഗ് സമയത്തെ സെല്ലർമാരുടെ ആശങ്കകൾ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചുള്ള അടുത്ത വീഡിയോയിൽ അവർക്ക് അതിനെക്കുറിച്ച് പഠിക്കാനാകും.